ചിറമേലച്ഛൻ വീണ്ടും മയാമിയിൽ. ഇത്തവണ അച്ഛൻ്റെ സ്വതസിദ്ധമായ ശൈലിയിലുള്ള കുറച്ച് പാചക നൈപുണ്യം കൂടി കാണാം. അച്ഛനോടൊപ്പം കുറച്ചു നേരം ആയിരിക്കുന്നത് നമുക്ക് വളരെ നല്ലൊരു പോസിറ്റീവ് എനർജി തരും. ഇത് മുള്ളില്ലാത്ത ജജൂബി ഉണക്കിയിട്ട് വെള്ളം കുടിക്കാം. ഇതാണ് മക്കട്ട കോവ. ദേവന്റെ കിരീടം എന്ന് പറയുന്നത്. മലേഷ്യ ദേവന്റെ കിരീടം, അതാണ് അതിന്റെ അർത്ഥം. മക്കോട്ട ദേവ്. വെള്ളിയൊക്കെ ഉണ്ട്. അച്ഛൻ പറഞ്ഞിട്ട് അതിന്റെ പറയണല്ലോ. ഉണ്ടായിട്ടേ ഉള്ളൂ കുഞ്ഞുങ്ങൾ. അപ്പൊ എപ്പോഴും തന്നെ ഈ വർഷം എപ്പോഴും തന്നെ ഇവിടെ ചക്കാണ്. അത് ബാലൻസിയ പ്രൈഡ് എന്ന് പറയുന്നത്. ഇത് ഇതെന്താ നമ്മുടെ സബർജിൽ. സബർജിൽ ആ കാപ്പിരി കാപ്പിണ്ടാക്കിയായിരുന്നു. നമ്മുടെ അവിടെ ഈ കോസ്കോയിലുണ്ടല്ലോ, അല്ല നമ്മള് തന്നെ പൊടിക്കുക. ആ സൈഡിൽ ഒരു ഇതിനൊരു സൈഡിൽ വെച്ചിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് സംഭവം കാണുന്നത്. കണ്ട ഇത് പറയുന്നത് പണ്ടാറ ചെറിയ കമ്പുമ്മലാണ് നോക്ക്. ഈ കമ്പുമ്മ കണ്ടോ, കമ്പിന് അത്ര തടിയില്ല. പക്ഷെ ഇത് എങ്ങനെ ഇത് താങ്ങി പിടിച്ച് കിടക്കിടുന്നുള്ളതാണ്. ഇത് വെട്ടിയിട്ട് ആ ചൊള നിങ്ങൾ പച്ചയില തന്നെ എടുത്തിട്ട് അത് ഡ്രയറിലിട്ടിട്ട് ഉടക്കാം. പൂട്ടിച്ചിട്ട് കൊടുത്താലുണ്ടല്ലോ ടോപ്പ് അതിന്റെ. ഇതാണ് ചക്ക. ഇത് ഇവിടെ മോൾ മാത്യു ഇവരുടെ തോട്ടത്തിലാണ് ഞാൻ. ഇതൊരു അസാധ്യ ചക്കയാണ്. അസാധ്യമായ ചക്ക എൻ്റെ തലയിലെ മുകളിലാണ്. വീഴില്ല എന്നുള്ള ധൈര്യത്തിലാണ് ഞാൻ നിൽക്കുന്നത്. ഇതിലൊരു 100-500 ചൊള ഉണ്ടാവും, അതിന് കുരു ഉണ്ടാവും. ഇത് നിങ്ങൾക്ക് എപ്പോഴും ചക്ക കൂട്ടാനുള്ള താല്പര്യം ഉണ്ടാവണം. കാരണം ഇത് ക്യാൻസറിന് പ്രതിരോധം നൽകുന്ന സാധനമാണ്. ഇവിടെ കുറേ ചക്കകളുണ്ട്. അതില് ഒരു മൂത്ത കാർന്നോരനെയാണ് ഞാൻ പിടിച്ചിട്ടുള്ളത്. ഇരുമ്പുള്ളി നിങ്ങള് താഴെ വിടുത്ത് കളയാണ്ടേ ഇത് അങ്ങനെ തന്നെ പറിക്കാം. എന്നിട്ട് നടു അരിയ, ഉപ്പ് തിരുമ്പ, വെയിലത്ത് വെച്ച് ഉണക്ക, ഡ്രൈ ആയിട്ട് കിട്ടും. പാക്കറ്റ് ആക്കി വെക്കാം. കളയരുത്. ഇത് എന്തോരം നിങ്ങൾ കളഞ്ഞിട്ടുള്ളത്. എന്നിട്ട് മീൻ കറിക്കകത്തൊക്കെ കൊല കണക്കിനുണ്ടാ. ഇത് നോക്കിയോ, ഒരു 2 ആഴ്ചത്തെ പണിക്കുന്നത് നമുക്ക് കിട്ടാം. ഇത് അങ്ങനെ തന്നെ പറിച്ചെടുക്കാം. എന്നിട്ട് നടു 2 കഷ്ണാക്കാം, 4 കഷ്ണാക്കാം. കുറച്ച് ഉപ്പ് തിരുമ്പിട്ട് വെയിലത്ത് വെച്ച് ഉണക്കാം. അത് ഡ്രൈ ആയിട്ട് കിട്ടും. എന്നിട്ട് പാക്കറ്റ് ആക്കിട്ട് വെച്ചാൽ മീൻ കറിക്കൊക്കെ ഇരുമ്പുമ്പിൽ ഇടുമ്പോ ഈ സാധനം ഇട്ടാൽ മതി. വെറുതെ എന്തൊരു നശിപ്പിച്ചത് എന്തോരം കിടക്കുന്ന അവിടെ. ഇതൊന്നും കളയരുതിട്ടാ, കളയരുത്. അടിപൊളി സാധനം. അപ്പൊ ചക്ക മുറിക്കൽ പരിപാടിയിലേക്ക് നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇത് മാത്യു ആൻഡ് മോൾ മാത്യുവിന്റെ തോട്ടത്തിലുണ്ടായ ചക്കയ്ക്ക് ഇന്ന് നമ്മൾ ശാപമോക്ഷം അടിപൊളി സാധനം. നോക്കടാ കണ്ടാ, ഇതാണ് കറക്റ്റ് പാകം മോനെ. ഇങ്ങനെ നിങ്ങൾ കടലാസ് എടുക്കുക, നമ്മൾ ഇങ്ങനെ തേച്ച് കളയുക. ഇതൊക്കെ നിങ്ങൾ വീട്ടിൽ ചെയ്യേണ്ട കാര്യങ്ങളാണെന്ന് നിങ്ങളെ ഇതിനാൽ ഞാൻ അറിയിച്ചു കൊടുക്കുന്നു കേട്ടാ. റശ തേച്ച് വൃത്തിയാക്കുക, വീണ്ടും തേച്ച് വൃത്തിയാക്കുക. അതിനുശേഷം കത്തിയെടുത്ത് വീണ്ടും ചക്ക എങ്ങനെ മുറിക്കണം എന്നുള്ളത് കാണിച്ചു തരാം. ആദ്യം ഇങ്ങനെ മുറിക്കുക, എന്നിട്ട് ഇതിന്റെ കോണ് നോക്കിയിട്ട് രണ്ടാമത് മുറിക്കുക, എന്നിട്ട് കൂമ്പിൽ നോക്കി ഒരു കുത്തു കൊടുക്കുക. അപ്പോൾ ഈ ചക്ക നമ്മുടെ കയ്യിലേക്ക് അനുസരണമുള്ള കുട്ടിയെ പോലെ വരുന്നതാണ്. അവന്റെ ചൊണ മൂക്കുമ്പിലാണ് ചെത്തിക്കളയാൻ. മൂക്ക് ചെത്തിക്കളഞ്ഞു. കടലാസ് ഒരു ഷീറ്റ് എടുക്കുക, അതിലുണ്ട്
കഴിഞ്ഞിട്ടില്ല, ശുശ്രൂഷ കഴിഞ്ഞിട്ടില്ല, ശരിയാക്കണം. അതിൻ്റെ ആ മുളകിനെ അവിടെ തുടച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ ഒരു ചുളയും എടുക്കുക, അതിന്റെ കുരി ഇങ്ങനെ കളയുക. അതുപോലെ കേട്ടത് അടിപൊളി ചക്ക ഉണ്ടത് മോനെ. ഇതാണ് അതിനേക്കാൾ നല്ല ടേസ്റ്റ്. പിന്നെ കഴിച്ചോക്കിയാൽ ശരിയല്ലേ? ഈ പ്രായത്തിന് വേണം ചക്ക പറിക്കാനെന്ന് അറിയിച്ചുകൊണ്ട് ക്യാമറ എടുക്കുന്ന ആൾക്ക് ചക്ക കൊടുക്കാൻ വേണ്ടി ഇത് കഴിച്ചാൽ അടിപൊളി ചക്ക ശുശ്രൂഷ സമാപിച്ചിരിക്കുന്നു. അടുത്ത സെക്ഷൻ ഇതിനെയാണ് ഞങ്ങൾ പറയാ തുണ്ടൻ തുണ്ടൻ. ചക്കത്തുണ്ടൻ കേട്ടണ്ട. ഇത് ചക്കത്തുണ്ടൻ എന്നാണ് പറയാ ഞങ്ങള്. ഓരോ ഇതിന് ഞങ്ങള് കടിന്ന് പറയും. ഒരു കടി ചക്ക തരാന്ന് പറയും. ഞാൻ ആദ്യം കേൾക്കുക കേട്ടോ. ഒരു കടി അവിടെ കപ്പിരിക്കണ്ടല്ലോ. ഞങ്ങളവിടെ എന്തൊരു ചക്ക അവിടെ നിന്ന് ആ ചക്ക മുഴ നിന്ന് കട്ടൻ കാപ്പി കുടിക്കണം, അതാ അതിന്റെ കോമ്പിനേഷൻ. കട്ടൻ കാപ്പി അതാ അതിന്റെ കോമ്പിനേഷൻ. ഒന്നുമില്ലടാ, കുലുമില്ല, സീഡ്ലെസ്സാ. ഇതിനെക്കാളും വീഡിയോ ഇട്ട് ആൾക്കാരെന്നെ തല്ലിക്കൊല്ലും. അച്ഛനെ കൊണ്ടുള്ള പണിയെല്ലാം ജയിച്ചെന്ന്. ചക്കയ്ക്ക് എന്നാലും ഇറച്ചി കൂട്ടത്തില്ലാത്തോണ്ട് ചക്കയ്ക്ക് എന്നാ വെച്ച കറി ഞങ്ങള് ചക്ക ഇറച്ചി കഴിക്കുമ്പം അച്ഛന് ഇറച്ചി ഇഷ്ടമില്ലല്ലോ. ചക്കയ്ക്ക് കൂട്ടാന്നെ കറി കറി കറി. ഓ ചക്ക ഉപ്പേരിയാ വെക്കുന്നല്ലേ? ആ അത് തേങ്ങ ചേർക്കാതെ. തേങ്ങ ചേർക്കാം. ഞാനത് എന്റെ വീഡിയോക്ക് എത്തിയിട്ടുണ്ട് സിന്ധു. സിന്ധു ചക്ക ഉപ്പേരി എന്ന് പറഞ്ഞാൽ തൃശ്ശൂരുകാർ വെക്കുന്നത്. അതെങ്ങനെയാ വെച്ച് കഴിഞ്ഞാല് ചക്ക ആവി കയറ്റും. ചക്ക ആവി കയറ്റും, എന്നിട്ട് തേങ്ങ ചേർക്കത്തില്ലാതെ നല്ലപോലെ വെളുത്തുള്ളിയും കടുകും നല്ലപോലെ ചുവന്നുള്ളിയും വെളുത്തുള്ളി അതാ മെയിൻ. എന്നിട്ട് നന്നായിട്ട് കടുക് പൊട്ടിച്ച് പക്ഷെ മുളക് പൊടിയും ചേർത്ത് ഇതെടുക്കും. അത് കഞ്ഞി ഇവര് രാവിലെ തൃശ്ശൂരുള്ളവർ കഞ്ഞിക്ക് കറിയായിട്ട് കൊടുക്കുന്നത്. ചക്ക ഉപ്പേരി എന്നാ അത് പറയുന്നത്. ഈ വീഡിയോ ഇട്ട് ആൾക്കാരെ വഴക്ക് പറയായിരുന്നാ മതി. ഇതിലേക്കുള്ള പണിയെല്ലാം ചെയ്യിപ്പിച്ചെന്ന്. അച്ഛന്റെ മുഖവും താടിയും കാണുമ്പോ അറിയാം. ചമ്മന്തി ഉണ്ടാക്കുവോ? ഓ ചൂടുന്ന എങ്ങനെയാ ഇവിടെ? വറുത്ത് ഓക്കെ. തൊലി കളഞ്ഞിട്ട് എടുക്കണം. ആണല്ലേ? അതിന് പിന്നെ ചമ്മന്തി ബാക്കി ബാക്കിയുള്ള സാധനം ഇഞ്ചി വേണ്ട, അതില് തേങ്ങ വേണ്ട. അതിലിടേണ്ടതെന്ന് വെച്ചാല് ഉള്ളി, വാളംപുളി, അതിന്റെ വാളംപുളി, ഉള്ളി, പിന്നെ ഉപ്പ്, വെളിച്ചെണ്ണ, ഈ കുത്തിച്ചതച്ച മുളക്, ഇതെല്ലാം കൂടി ഇട്ടിട്ട് മിക്സിയിലിട്ടിട്ട് ഒറ്റപ്പെടാം. കമ്പിളി നല്ല ബെസ്റ്റ് ചമ്മന്തി. ഇതിപ്പോ ഇതാ ചക്കുരായതുകൊണ്ട് ഇതിൽ മധുരക്കുറവുണ്ടാവും. ഞാൻ കാഷ്യൂന്റെ ആണ് ഉണ്ടാക്കാറ്. കാഷ്യൂ ബെസ്റ്റ്. കാഷ്യൂ ചമ്മന്തി ഇപ്പൊ തന്നെ ഉണ്ടാക്കിയിട്ട് കാര്യം. കാഷ്യൂ ഓക്കെ. ഞാൻ അടുത്ത സാധനം നോക്കി വാളംപുളി എന്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പണി സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഇത് ചക്കക്കുരി ആണെങ്കിലും ഇതാണെങ്കിലും ഒന്ന് ചൂടാക്കിയിട്ട് പൊടിക്കണം.
ചക്കക്കുരും കാഷ്യൂനട്ടൊക്കെ ഒരേപോലെ ചമ്മന്തി ഉണ്ടാക്കണം അല്ലേ? ഒരേപോലെ തന്നെ ഒക്കെ ഒരേ ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതുപോലെ ചക്കക്കുരു ചെയ്യാം, ബദാം ചെയ്യാം, എല്ലാ നട്ടുകളും ഇതുപോലെ ചമ്മന്തിയാക്കാം. ചൂടാക്കിയിട്ടാണ് നന്നായിട്ട് പൊടിഞ്ഞു കിട്ടും. ചമ്മന്തിയുടെ ഇവിടെ നല്ല സാധനം നല്ല കിട്ടുമല്ലോ, നല്ലതായിട്ട് എല്ലാത്തിന്റെ നട്ട് ഇവിടെ ഇഷ്ടംപോലെയാണ്. ആ നട്ടുകൾ നമുക്ക് ചമ്മന്തി ആയിട്ട് മാറ്റാം. മതിയായിരിക്കുമല്ലോ. ഞാൻ കഴിച്ചിട്ട് പോയാൽ പോയി വേറെ നമുക്ക് കഴിവാക്കാം. സക്സസ് ചുമക്കണം. ഇത് കപ്പളങ്ങ കുത്തി കാച്ചിയതോ? കുത്തി കാച്ചിയത് കപ്പളങ്ങ കുത്തി കാച്ചിയതോ റെഡി. ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഡിഷാണ്. ഒന്നുകൂടി ആയിക്കോട്ടെ. വെന്തിട്ടില്ലെങ്കിൽ കുറച്ചുകൂടി ഉടയുന്നത് ശരി. ഈ വെന്തട കുറച്ചുകൂടി ഉടഞ്ഞാലാണ് ചൂട് ഉടയുന്നത്. ആമേൻ. അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങനെ നമ്മുടെ ചെറുമലച്ചൻ്റെ സൂപ്പർവൈസറിൽ കപ്പളങ്ങ കുത്തിക്കാച്ചിയത്, ഇരുമ്പപ്പൂളി ചമ്മന്തി, കാഷ്യൂനട്ട് ചമ്മന്തി. അച്ചോ, എന്നെ ഓർത്താണോ കണ്ണ് കാണും.